ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. യെസ് മീകുട്ടി, നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? വിളിക്കാം. അപ്പോ ലെറ്റ്സ് വെൽക്കം എസ്തർ ചേച്ചി ഓൺ സ്റ്റേജ്. ഹായ്. എന്തൊക്കെയുണ്ട് ഗഡിയ വിശേഷം? നല്ല വിശേഷം. വന്നൂല, ഞാൻ വിചാരിച്ചു ഇനി ജീവിതകാലത്ത് വരില്ല. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഞാൻ ജീവിതകാലത്ത് വരില്ല. അതാണ് സന്തോഷം. അല്ല വന്നൂല അതാണ് സന്തോഷം. ഞാൻ വിചാരിച്ചു ജീവിതത്തിൽ വരാതിരിക്കുന്ന. ഓസ്ട്രേലിയയിലും കണ്ടുപോയില്ലേ? ഓസ്ട്രേലിയയിൽ അതിന് മുമ്പാ പോയി. ഇപ്പൊ പോയത് കാനഡ, യൂറോപ്പ്. കാനഡയിൽ പോയില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാ എന്റെ മനസ്സിൽ മിഠായെങ്കിലും അതൊക്കെ വരും. അതൊക്കെ പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, ഇന്നല്ലാന്ന് മാത്രം. അങ്ങനെ വന്നാ മതി. കൃത്യതയോടെ ചോദിക്കണം. കറക്റ്റ് എസ്തർ ബേബി ചോദിച്ചത് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ എല്ലാം കിട്ടുന്നതായിരിക്കും. കാരണം ആ ഭാരം മൊത്തം സ്നേഹഭാരമാണ്. അപ്പൊ റിലാക്സ്ഡ് ആയിട്ടാണ് വന്നത്. നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള പാട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വരട്ടെ. പക്ഷെ യാതൊരു ടെൻഷനും ഇല്ലാട്ടോ. ഏത് കിട്ടിയാലും അടിപൊളിയായി പാടില്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ അല്ലേ? അപ്പൊ 4 പേര് റെഡി ആയിരിക്കാണ്. ആരെയാണ് ചൂസ് ചെയ്യണത്? MJ സാറ്. അതെന്തുകൊണ്ട്? MJ സാറ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആര്യ ചേച്ചിനെയും മധു സാറെ ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം MJ സാർ എടുക്കാന്ന്. ഡിപ്ലോമാറ്റിക് ആണ്. അതെന്താ ഓരോ പ്രാവശ്യം സാധനം? ഓരോ ആൾക്കാര്. അതെന്താ സാധനം? എന്നെ എടുത്തായിരുന്നാ? എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, മച്ചേട്ടൻ ഒരുപാട് പേര് ചൂസ് ചെയ്തു. മച്ചേട്ടൻ ഒന്നും അറിയാതിരിക്കുവായിരുന്നു. MJ സാർക്ക് ഭയങ്കര ഇഷ്ടാണ്. നോക്കാം. അപ്പൊ മാജിക്കൽ മെലഡീസ് ആണ് കിട്ടിയേക്കുന്ന. പണിയൊന്നും കിട്ടിയില്ല. രക്ഷപ്പെട്ടു എസ്തർ കുട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നത് നേരത്തെ റിലാക്സ്ഡ് ആയിട്ട് നടന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സോങ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഇതെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു റിലാക്സ് സോങ് ആയിരിക്കും. അതേതാ? നാഥ നീ വരും കാലൊച്ച കേൾക്കുക. വാട്ട് എ സോങ്. ഉഗ്രം പാട്ട്. MG രാഷൻ ചേട്ടന്റെ പാട്ടാണ്. ആഹാ, അദ്ദേഹത്തിന്റെ മെലഡീസ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഈ ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അതെ, ബ്യൂട്ടിഫുൾ ആണ്. പൂവച്ചൽ ഖാദർ സർ, അദ്ദേഹത്തെയും ഓർക്കാം. ജാനകി അമ്മ, ഒരിക്കൽ കൂടി നമുക്ക് ജാനകി അമ്മയെ ഓർക്കാം. ഭരതൻ സർ, ഇതിന്റെ ഡയറക്ടർ, അദ്ദേഹത്തെ ഓർക്കാം. കലക്കിക്കോ. താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ എല്ലാവരും എസ്തർ ചേച്ചിക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. പാവകവേദിയിൽ ചെന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. വെരി നൈസ്, വെരി നൈസ്. Thank you, sir. Thank you. എസ്തർ കുട്ടാ, എന്തോ? സൂപ്പർ വോയിസ്. താങ്ക് യു അതാണ് സർ. ആദ്യം പറയേണ്ടത്. ഹമ്മിങ് വളരെ നന്നായിരുന്നു താങ്ക് യു. കേട്ടോ. ആദ്യത്തെ പിന്നെ തുടങ്ങിയില്ലേ നാഥ താര, അതിന് കുറച്ചും കൂടി ഭംഗി വേണ്ടെങ്കിൽ നല്ലതായിരുന്നു തുടങ്ങിയത്. കേക്കട്ടെ. നാഥ നീ വരും. ആ യെസ്, ഇപ്പോൾ ഒന്നുകൂടി ഭംഗിയായി നേരത്തെ പാടിയതിനേക്കാളും. തൂവൽ വിരിച്ചു നിന്നു, അതായത് ഫസ്റ്റ് പല്ലവി പാടിക്കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഞാനിരുന്നു, അത് ചേരാനുണ്ടായിരുന്നു. പിന്നെ ജാനകിയമ്മ പാടിയതെങ്ങനെ ചെവിയിൽ കിടക്കുക നമ്മുടെ, അതിങ്ങനെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ജാനകിയമ്മയുടെ ശബ്ദം, ജാനകിയമ്മ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ്, അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ മോള് കുഞ്ഞു പ്രായമല്ലേ, അത്രയും അതുപോലെ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. ജാനകിയമ്മ പാടിയ പോലെ പാടാൻ വളരെ ആർക്കും പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പക്ഷെ മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. മോളുടെ ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. പിന്നെ നേരിയ മഞ്ഞിന്റെ ചുംബനം, അതിന്റെ സംഗതി എങ്ങനെ? നേരിയ മഞ്ഞിന്റെ ചുംബനം ചും ചും ചുംബനം ചും 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 അത്രേ ഉള്ളൂ. ചുംബനം ആ അത്രേ ഉള്ളൂ. ചുംബനം ചും ചും ചുംബനം ചും. ചുംബനം. അതെ അതെ, അതൊന്ന് ശരിയാക്കണം. അതുപോലെ തന്നെ ഈറനണിയുമ്പോൾ ഈളം കാറ്റിന്റെ ഈറനണി, അതും ആ സംഗതി ചരണത്തില് ഇതേ സ്ഥലം. അതേ സ്ഥലത്ത് തന്നെ. അതിന് മുമ്പ് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നില്ല, ചാമരം വീശി നിൽപ്പു പാടിയില്ലേ, അത് നന്നായിരുന്നു. താങ്ക് യു സർ. കുറച്ചും കൂടി ഹസ്കി ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയാവും. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. കാണുന്ന നേരത്തു മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പൂ. നാഥ നീ വരും കാലൊച്ച ചരണത്തിന്റെ ഈറനണിയുമ്പോൾ പറഞ്ഞു എന്തേയും കൂടി ചരണത്തിന്റെ എന്തേ എന്തേ മനം എന്തേ. എന്തേ ആ മനം. അതും ക്ലാരിറ്റി വേണം തോന്നി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ കാലൊച്ച, അതും ചെറിയ ചേരാനുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, പ്രായമായി കഴിയുമ്പോൾ, കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിയുമ്പോൾ ഈ പാട്ട് ഒന്നുകൂടി മനോഹരമായിട്ട് പാടാൻ പറ്റും. അതിനുള്ളൊരു മെച്യൂരിറ്റി വന്നു കഴിയുമ്പോൾ. കേട്ടോ. ആ ഓക്കെ, താങ്ക് യു. എസ്തർ കുട്ട എന്തോ? നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. നല്ല എന്താ പറയാ, എസ്തർ കുട്ടിന് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എസ്തർ കുട്ടിന്റെ. താങ്ക് യു ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ആദ്യം പാടിയ ഹമ്മിയില്ലേ, അതാണ് എനിക്ക് മൊത്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി ഫുൾ പാട്ടില് ചേട്ടൻ പറഞ്ഞല്ലോ കുറെ ക്ലാരിറ്റി പ്രശ്നങ്ങൾ, അത് തന്നെ ഞാനും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ മൊത്തം ഒരു വെറ ഫീൽ ചെയ്തു. എസ്പെഷ്യലി പല്ലവിയൊക്കെ എത്തിയപ്പോഴത്തേക്ക്, ആ വരികളുടെ എൻഡൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെറ ഫീൽ ചെയ്യണു. ചെറുങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത, പേടിയുണ്ടായിരുന്നോ? ഒരു സ്റ്റഡി അല്ലാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ബ്രെത്തിന്റെയും കൂടെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പാടാൻ വേണ്ടിയിട്ട്. ഇനി അത്രയും മോഡുലേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ വേറെ തോന്നിയത്, വോയിസും ചില സമയത്ത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്ന പോലെ ഫീൽ ചെയ്തു. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ, ബ്യൂട്ടിഫുൾ, കേട്ടോ. മിടുക്കിയായിട്ട് പാടിയേ. ഓൾ ദി ബെസ്റ്റ്. എന്തോ ഒരു നല്ല ട്രൈക്കുള്ള ഒരു ശ്രമമായിരുന്നു. ട്രൈക്ക് ഉള്ള ശ്രമം, അങ്ങനെയാണ് ഞാൻ പറയണത്. എന്ന് വെച്ചാൽ ഈ പാട്ട് എസ്തർ കുട്ടന് കുറച്ചൊരു ഭാരം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു.
അതിപ്പോ മധു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ പെർട്ടിനന്റ് ആണ്. അതായത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോള് ഈ പാട്ട് രണ്ടാമതെടുത്ത് പാടിക്കഴിഞ്ഞാൽ അപ്പൊ കുറച്ചും കൂടെ അതിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റും. അത്രയും ഭാരം ഉള്ള സെലക്ഷൻസ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് എസ്തറൂട്ടിന് എടുക്കരുത് എന്ന് അങ്കിളിന് ഒരു ചെറിയൊരു സജഷൻ ഉണ്ട്. ഓക്കെ, ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ്. ഭരതൻ സാറിന്റെ സിനിമയാണ്. ഇതിൽ വേറെയും പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്. പക്ഷെ ആ സിനിമയിൽ ആ പാട്ട് ഉണ്ടായില്ല. അത് യേശുദാസ് സാർ പാടിയതാണ്. ഇത് രാഷൻ ചേട്ടന്റെ മ്യൂസിക് ആണല്ലോ, അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. കതിരാടും വയലിൽ കുളിരോടും വഴിയിൽ ഇനിയും നീ ഇതിലേ കനവായി കൂടെ വരൂ, കതിരാടും വയലിൽ കുളിരോടും വഴിയിൽ. വെരി നൈസ്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യേശുദാസ് സാർ പാടിക്കുന്നത്. ഓ, ഈ പാട്ട് ഞാൻ ഒരു 10,000 പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഒരു സമയത്ത്. ഇതില് വേറൊരു കാര്യം, ഞാൻ എന്ത് പറയും, അത് നന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ നാഥ വരുന്നത്. അതെ, പെട്ടെന്ന് റഷ് ചെയ്തിട്ട് ഞാൻ എന്ത് പറയും. അതൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടാലേ അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അത് പറയുന്നത് കേൾക്കാൻ പുള്ളിക്ക് കേൾക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കണമായിരുന്നു. അതെ, ഞാൻ എന്തു പറയാൻ, താളമൊന്നും ഇടണ്ട, അവിടെ താളം ഇടണ്ട. അതായത് മനസ്സിൽ കണ്ടാ മതി ഒരു ചെറിയൊരു ഗ്യാപ്പ്. ഞാൻ എന്ത് പറയാൻ, അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞെടുക്കാനുണ്ട്. ഞാൻ എന്തു പറയാൻ, എന്തു പറഞ്ഞെടുക്കാൻ, അതുവരെ എടുക്കാനാണോ അടുക്കാനാണോ? പറഞ്ഞെടുക്കാൻ. അടുക്കാനാണ്, എടുക്കാനല്ല. എടുക്കാന്ന് പാടിയപ്പോ പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പൊളിച്ചെടുക്കും. അതുപോലെ നാഥ നീ വരും കാലൊച്ച, അങ്ങനെ ഒരു കാലൊച്ച ഉണ്ട് അതിനകത്തിലെ. ഭയങ്കര ഹസ്കി ആയിട്ട്. നാഥ കുറച്ചും കൂടി. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. കാതോർത്ത്, അത് ഫസ്റ്റ് ടൈം പാടിയത് വ്യത്യാസമാണ്. കാതോർത്ത് ഞാനിരുന്നു. ഇങ്ങനെ കുറെ അധികം കറക്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് സൂചിപ്പിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹരി ഗംഭീരമായിട്ട് വായിച്ചോ ഫ്ലൂട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇത് വായിച്ചിരിക്കുന്ന ഗുണസിംഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് ഫ്ലോട്ടിസ്റ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് ഈ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുണ്ടല്ലോ, പടയോട്ടം എന്നുള്ള സിനിമയില്, അല്ലിനു തീരമുണ്ടോ അല്ലിനു തീരമുണ്ടോ, അത് ചെയ്തത് ഗുണസിംഗ് സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷനിലുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അതിൽ ഈ പാട്ട് പ്രത്യേകം സ്റ്റാമ്പ് ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫ്ലൂട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ബിറ്റ് വരുമ്പോ അദ്ദേഹം ഇങ്ങനെ വായിക്കും, എന്നിട്ട് അടുത്ത് ഈ ഫ്ലൂട്ട് വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയായിരുന്നു. അത് ഞാനിങ്ങനെ ഓർക്കാം. അദ്ദേഹമല്ലേ പല്ല് ഇങ്ങനെ രാഗി ഫ്ലൂട്ട് നല്ല ടോൺ കിട്ടാൻ വേണ്ടിട്ട് പല്ല് രാഗി വെച്ചിട്ട്. ഗ്രേറ്റ് ഫ്ലോട്ടിസ്റ്റ്. അദ്ദേഹത്തിനെയും നമുക്ക് ഓർക്കാം ഈ സമയത്ത് കേട്ടോ. അപ്പൊ എസ്തറുടാ, ഇനി സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എസ്തർ കുട്ടാ, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? ഇന്ന് എസ്തർ ബേബിക്ക് 97 out of 100.
വരും ആലോചന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പാട്ട് പൊളിക്കണം. ഓക്കെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Bye. ബൈ.